അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. ഈ സഭയുടെ സമയം അതിനുപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിരന്തരമായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതാണ് നിരന്തരമായ രീതിയാണ് സാറേ. എല്ലാം പറഞ്ഞതാണ്. എന്താ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? ചിലരെ പ്രത്യേകമായി പറഞ്ഞു വിടുകയാണോ എന്നൊരു ശങ്ക ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ തരത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടി. അപ്പൊ അതുമായി സഹകരിക്കാൻ ഞങ്ങൾ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. സാർ, എന്നെക്കുറിച്ച് ഈ 17-ാം ദിവസത്തിൽ ഒരു CPM-ന്റെ നേതാവ് പറഞ്ഞ് കടപ്പുറത്ത് കിടക്കുന്നവൻ വിവരമില്ലാത്തവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. സാറേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. മിനിസ്റ്റർ അല്ലല്ല, ഈ സത്യങ്ങൾ പറയുമ്പോൾ ഇത്ര അസഹിഷ്ണുത എന്താണ് സാർ? ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ഒരു മറുപടിയും പറഞ്ഞില്ല സാർ. പറയൂ ശ്രീ ബാലഗോപാൽ, എന്താണ് സാർ ഇല്ലാത്ത കാര്യം പറഞ്ഞു? രാവിലെ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചാണ് അക്കാര്യം പറഞ്ഞു. പക്ഷെ ഇതില്ലാത്ത കാര്യം എന്നെപ്പറ്റി ഒരു നേതാവ് പറഞ്ഞു എവിടോ എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. ഈ സഭയുടെ സമയം അതിനുപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിരന്തരമായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതാണ് നിരന്തരമായ രീതിയാണ് സാറേ. എല്ലാം പറഞ്ഞതാണ്. എന്താ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഇവര് പറയുന്നത് കേട്ടോണ്ടിരിക്കേണ്ടത് അവര് രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് കേട്ടോണ്ടിരിക്കണം. ഇത് നേതമായ രീതികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് പോകുന്നത്. നമ്മുടെ പാർലമെന്ററി നടപടിക്രമങ്ങളിൽ സാധാരണ സ്വീകരിക്കുന്ന എല്ലാ രീതികളും അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പറയുകയാണ്. ചിലരെ പ്രത്യേകമായി പറഞ്ഞു വിടുകയാണോ എന്നൊരു ശങ്ക ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ തരത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടി. അപ്പൊ അതുമായി സഹകരിക്കാൻ ഞങ്ങൾ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്.